ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ പരിപാടി ഇതായിരുന്നു. ഇത് കുറച്ച് നാളത്തേക്ക് ചായക്ക് തിന്നാൻ വേണ്ടി. ഇപ്പോൾ കുറച്ചായിട്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിടയ്ക്ക് ഇങ്ങനെ നമ്മളെ വീട്ടിലാണെങ്കിലും കാസർഗോഡാണെങ്കിലും ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കി വെക്കും. അപ്പം ഞാൻ ചായക്ക് തിന്നാനുള്ള മറ്റു കുഞ്ഞൻ കേക്ക് ഉണ്ടാക്കി. അതിന് വേണ്ടി ഞാൻ 1/2 കിലോ മൈദയാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ മൈദക്കൊരു 1/4 കിലോ അല്ലെങ്കിൽ 200 ഗ്രാമൊക്കെ പഞ്ചസാര ഒന്ന് പൊടിച്ച് ചേർക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദയും പഞ്ചസാര പൊടിച്ചതും കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം മൈദ അരിച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു 1/4 സ്പൂൺ സോഡാപ്പൊടി അല്ലെങ്കിൽ അപ്പക്കാരം അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. പിന്നെ ഇതിലോട്ട് നമുക്ക് വേണ്ടത് മുട്ടയും ഓയിലുമാണ്. 4 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം 3 എടുത്തോളൂ, പിന്നെ 1 കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തു. നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ മുട്ടയും ഓയിലും ചേർത്താണ് നമ്മൾ ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം മുട്ടയുടെ അടിച്ചത് ചേർത്ത് കുഴച്ചു. പിന്നെ അതിലോട്ട് കുറേശ്ശായിട്ട് ഓയിലും ചേർത്തിട്ട് നമ്മളിത് നല്ലപോലെ സോഫ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് നല്ലപോലെ കുഴക്കണം. അതിന് ശേഷം നമ്മൾ മുകളിൽ എണ്ണ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂറോ 1 മണിക്കൂർ വെക്കാം. നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഞാനിതൊന്ന് ഇങ്ങനെ പരത്തിയെടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു കനത്തിൽ പരത്തിയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മളിത് ക്രോസിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് എണ്ണയിലിടുമ്പോൾ പൊങ്ങി വരും. അപ്പം ഇത്രയും നൈസായിട്ട് കുഞ്ഞൻ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്രയും നൈസായിട്ട് കട്ട് ചെയ്താൽ മതി. നമ്മൾ വെട്ട് കേക്കിൻ്റെ ആ ചെറിയ ചായക്ക് തിന്നാനുള്ള ചെറിയ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം പിന്നെ ഇത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട്, അതായത് എണ്ണ നല്ല തിളച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മൊരിഞ്ഞ് കിട്ടും, പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് ഒരു സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് കോരുമ്പോഴേക്കും അടുത്തത് നമ്മളിതുപോലെ കട്ട് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ പിന്നെ വീണ്ടും ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടി വരും. അപ്പം ഇതിപ്പോൾ എണ്ണ തിളച്ചിട്ടുണ്ട്. എണ്ണ തിളച്ചതിലോട്ട് നമുക്കിത് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പം തിരിച്ചും മറിച്ചും ഇട്ട് നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പം അപ്പോഴത്തേക്ക് അതൊന്ന് വേവുമ്പോഴേക്ക് അടുത്തത് ഞാനിവിടെ പരത്തി കൊടുക്കുന്നുണ്ട്. അത് എണ്ണയിൽ നിന്ന് കോരുമ്പോഴേക്ക് അടുത്തത് നമുക്കിവിടെ കട്ട് ചെയ്ത് അതിലോട്ട് ഇടണം. അങ്ങനെ ഓരോ സെറ്റായിട്ട് അങ്ങനെ ഇതിപ്പോൾ ഇത്ര നമുക്ക് ചെയ്താൽ ഒരു 2 ആഴ്ചത്തേക്കെങ്കിലുള്ള ഇതുണ്ടാവും, കേക്ക് ഉണ്ടാവും. അപ്പം നമ്മൾ കേടാവുമൊന്നുമില്ല. നമ്മളൊരു എയർ ടൈറ്റ് ഒരു ബോട്ടിലിട്ട് വെച്ചാൽ നമുക്ക് കുറേ നാളത് ഉപയോഗിക്കാം. അങ്ങനെ നമ്മളെ വീട്ടിൽ ഉമ്മ ഇങ്ങനെ കുഴലപ്പം, കേക്ക് അങ്ങനെ ഐറ്റംസൊക്കെ പണ്ട് ഞങ്ങൾ ചെറുതുണ്ടാകുമ്പോഴാണ് കൂടുതലും ഉണ്ടാക്കൽ. അപ്പോൾ ഞങ്ങൾക്ക് കടയും ഉണ്ടായി. അപ്പോൾ അവിടേക്കൊക്കെ ഇതുണ്ടാക്കും. അങ്ങനെ ഇത് നമ്മൾ പത വരുന്നതെന്ന് വെച്ചാൽ മുട്ട ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇത് പത വരുന്നത്. അപ്പം ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഒരു ബ്രൗൺ കളറാവുന്നവരേക്ക് നമുക്കത് കോരിയെടുക്കാം. അങ്ങനെ അപ്പോഴത്തേക്ക് ഞാൻ അടുത്ത സെറ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പം മക്കൾക്കാണെങ്കിൽ വീട്ടിൽ നമുക്കാണെങ്കിൽ ചായക്കൊക്കെ തിന്നാൻ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു ചെറിയ പാക്കറ്റിന് തന്നെ 40 രൂപ അങ്ങനെയൊക്കെ കൊടുക്കണം. ഇതിപ്പം വലിയ ചിലവൊന്നും ഇല്ലാണ്ട് നമുക്ക് കുറച്ച് നാളത്തേക്കുള്ളത് ഉണ്ടാക്കി വെക്കാം. പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ. ഈ ഒരു
ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ഉണ്ടാക്കിയാൽ നല്ല കേക്കായിട്ട് കിട്ടും. പിന്നെ എണ്ണ ചൂടായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, തിള വരുമ്പോൾ വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അത് ചിലത് ചെറുതൊക്കെ ഉള്ളത് പെട്ടെന്നൊന്ന് ഇതായിപ്പോവും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇതെല്ലാം ഞാൻ ചെയ്തെടുത്തു. ഈ കേക്ക് ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല. നമ്മൾ അതിലോട്ട് ചീനച്ചട്ടിയിലോട്ട് ഒഴിച്ച ഓയിൽ അതുപോലെ ബാക്കി വരും, മിച്ചം വരും. നമ്മൾ ഓയിൽ അധികം ചിലവൊന്നുമില്ല. ഇതിൽ ഇത്ര തന്നെ ബാക്കി ഉണ്ടാവുന്നതാണ്. എണ്ണ ഒട്ടും കുടിക്കാത്ത കേക്കാണ്. നമുക്കിത് കുഴക്കാൻ മാത്രം. ഞാനിപ്പോൾ ഒരു 1/2 ലിറ്ററിൻ്റെ പാക്കറ്റാണ് ഓയിൽ വാങ്ങിയത്. അപ്പം അതിലൊരു 100 ഗ്രാമോളം കുഴക്കാനെടുത്തു. ബാക്കിയുള്ള അതുപോലെ മിച്ചമുണ്ട്.